Hello everyone, welcome back to my channel. So today we are going to study the chapter of 7th standard, the Yellow Umbrella in English textbook. So this is a conversation between Joseph and his father, uh, and this is an imaginary conversation. The situation is one day Joseph's father came back to the orphanage to see his son Joseph write a possible conversation between them. This is the question. So, ഈ ക്വസ്റ്റ്യൻസ് സത്യത്തിലുള്ള ടെക്സ്റ്റിലൊന്നും ഇല്ല, ഞാൻ ഉണ്ടാക്കി എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടോയെന്നും എനിക്ക് അറിയില്ല. സോ ലെറ്റ്സ് ഡു ദിസ് അല്ലെങ്കിൽ റീഡ് ദിസ്. ഓക്കെ, നോക്കാം. നമുക്കറിയായിരിക്കും ജോസഫ് എന്ന് പറയുന്ന ഒരു റെഫ്യൂജീസിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ജോസഫ് ഒരു ഓർഫനേജിലാണ് വളർന്നത്. അവൻ്റെ അച്ഛൻ അവനെ ഒരു മഞ്ഞക്കുട കീഴിൽ കൊണ്ടാക്കിയിട്ട് പോയി എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു കോൺവെർസേഷൻ വായിച്ചു നോക്കാം. അപ്പോൾ ഫാദർ വരികയാണ്. ജോസഫ് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, എൻ്റെ അച്ഛൻ എന്നെ കളഞ്ഞിട്ട് പോയി എന്നുള്ള പാട്ടിൽ. ആൻഡ് അതുപോലെ ജോസഫ് എൻ്റെ ഫാദറാണ് അല്ലോ ആദ്യം വരുന്നത്. ജോസഫി 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 എന്നും പറഞ്ഞിട്ട് ജോസഫ് ജോസഫ് മൈ ഡിയർ സൺ. അതായത് നമ്മളിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ കാണാന്ന് വെച്ചാൽ ഇടീ ഇപ്പൊ അനു എന്നാണ് പേരെന്ന് വെച്ചു. അനു അനു നീ ഇതാണോടി, നീ തന്നെയാണോടി എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ നീ തന്നെയാണോടാ മോനെ ഇത് എന്നിങ്ങനെ ചോദിക്കാണ്. ഹൗ ആർ യു? അപ്പൊ ചോദിക്കാണ് നിനക്ക് എങ്ങനെയുണ്ട്? അപ്രതീക്ഷിതമായിട്ട് കാണാൻ വരുന്നതാണ് കേട്ടോ ജോസഫ്. ഓ ഗോഡ്, my dad, at last he comes. Thank you my God. Where have you been for such a long time? Almost an year have passed. അതായത് അയ്യോ, ഇത് സത്യമാണോ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഇത് എന്താണിത് ഞാൻ കാണുന്നത്? അവൻ അവസാനം വന്നു, എൻ്റെ ഡാഡ് വന്നു എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് പറയണം, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലവും? ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞു പോയല്ലോ. എന്നിട്ട് പറയാണ് ഫാദർ. അപ്പം പറയാണ്, forgive me my son, I have no other options. അതായത് നിന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് വഴികളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നിന്നെ ഇവിടെ ആക്കിയിട്ട് പോയേ പറ്റുമായിരുന്നുള്ളൂ. എന്നോട് ക്ഷമിക്കൂ നീ എന്ന് പറയാണ് ജോസഫ്. I know it my dear dad, we are refugees. I am so lonely here, but I am so lonely here. But എഴുതാൻ മറന്നുപോയി. ഇവിടെ നോക്കാം. എനിക്കറിയാം നമ്മൾ റെഫ്യൂജീസ് ആണ്, പക്ഷേ ഞാനിവിടെ ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു എനിക്ക് എന്നിങ്ങനെ പറയാണ്. ഡോണ്ട് വറി മൈ ബോയ്, there is a good news for you. നീ ഒരിക്കലും വിഷമിക്കണ്ട, നിനക്കായിട്ടൊരു സന്തോഷ വാർത്തയുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറയാണ് ജോസഫ്. അപ്പം പറയാണ്, ഗുഡ് ന്യൂസ്, വാട്ട് ഈസ് ഇറ്റ്, ടെൽ മീ എന്നിങ്ങനെ പറയാണ്. അതായത് എന്താ ഒരു ഗുഡ് ന്യൂസോ? എനിക്കിങ്ങനെ ഗുഡ് ന്യൂസ് ഒന്നും കിട്ടാറില്ലല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ പറയാണ്. അതെന്താണ്, എന്നോട് പറയൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഫാദർ. ഐ ഗോട്ട് എ ജോബ് ഇൻ എ ഫാം ഹൗസ്. ദ ലാൻഡ് ലോഡ് അഗ്രീഡ് ദാറ്റ് യു ക്യാൻ ഓൾസോ സ്റ്റേ വിത്ത് മീ. അതായത് എനിക്ക് ഒരു ഫാം ഹൗസിൽ ഒരു ജോലി കിട്ടി. ആ ലാൻഡ് ലോഡ്, അവിടുത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലാൻഡിൻ്റെയൊക്കെ ഉടമ നിന്നെയും എൻ്റെ കൂടെ നിർത്താൻ അനുവദിച്ചു എന്ന് പറയാണ്. അടുത്തത് ജോസഫ്, താങ്ക് യു മൈ ലോർഡ് ബീയിങ് സോ കൈൻഡ്. അപ്പം മൈ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലാൻഡ് ലോഡിനെയാണ് കേട്ടോ. സോറി ഗായ്സ്. സോ ഇവിടെ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിനെയാണ്. എൻ്റെ ഉമ്മച്ചി കുറച്ച് ഇംഗ്ലീഷുകാരിയായപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ ഗോഡ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഞാനൊരു പാവം ഇംഗ്ലീഷുകാരിയാണ്. ഓക്കെ, നോക്കാം. ഫോർ ബീയിങ് സോ കൈൻഡ്, എൻ്റെ ദൈവം നീ ഇത്രയും ദയവുള്ളവനാവുന്നതിനോ നന്ദി എന്നിങ്ങനെ അറിയിച്ചു കൊള്ളുകയാണ്. എന്താണ്, ഐ ആം വെരി ഹാപ്പി ഡാഡ്, ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ്. ഫാദർ പറയാണ്, സേ ഗുഡ് ബൈ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് കം വിത്ത് മീ. നീ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ബൈ പറയൂ, എന്നിട്ട് എൻ്റെ കൂടെ വരൂ. ഓക്കെ, ഓക്കെ എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. അതായത് ഞാൻ ഇപ്പോൾ തന്നെ വരാം, ശരി ഡാഡ് എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ വന്നിട്ട്. സോ ടുഡേയ്സ് വീഡിയോ എൻഡ്. ഓക്കെ, അതായത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ബൈ.